അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മളൊക്കെ വീടുകളിൽ പല മൃഗങ്ങളെ, ജീവികളെ വളർത്തുന്ന ആളുകളാണ്. നമ്മളെപ്പോലെ തന്നെ അതിനും ജീവനുണ്ട്, അതിനും വേദനകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ഈ വീഡിയോ കണ്ടു. ഇത് എവിടെയാണ് എന്നറിയില്ല. ഇപ്പോൾ മഴ ശക്തമായൊരു സമയമാണ്. പലയിടങ്ങളിലും പല പ്രശ്നങ്ങളും ദുരന്തങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിൽ മുങ്ങി പ്രയാസപ്പെട്ട വീടുകൾ, അതുപോലെ തന്നെ അങ്ങാടികളും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീടിനകത്ത്, നമ്മുടെ വീട്ടിൽ നമ്മൾ മറ്റു എന്തെങ്കിലും ജീവികളെ വളർത്തുന്നുണ്ടെങ്കിൽ ഐറ്റങ്ങളെ നമ്മൾ കഴിച്ചിട്ട് വിടാൻ വേണ്ടി ശ്രമിക്കുക. പല ആളുകളും ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ആ കുടുംബത്തെ പല രൂപത്തിൽ വിമർശിക്കുന്നതായിട്ടും വല്ലാതെ അവിടെ നിന്ന് അവരെ ആക്ഷേപിക്കുന്നതായിട്ടും മറ്റുമൊക്കെ കാണാനിടയായി. നമ്മൾ മനസ്സിലാക്കണം, അവരെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്നുള്ള വെള്ളം വരവായിരിക്കും ഇത്. പെട്ടെന്ന് ചിലപ്പോൾ ഒരു സൗകര്യത്തിന് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഒരുപാട് ആടുകളാണ് എന്നാണ് തോന്നുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ആളുകളെങ്കിലും, ഇനി നമ്മുടെ വീടിങ്ങനെ തോടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വരുന്ന സ്ഥലത്തോ മറ്റുമൊക്കെ ആണെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. വെള്ളത്തിൻ്റെ അവസ്ഥ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ. പാഞ്ഞെടുക്കും വളരെ വേഗത്തിൽ വെള്ളം പാഞ്ഞെടുക്കും. വലിയ വലിയ ബിൽഡിങ്ങുകളും പാലങ്ങളും മറ്റുമൊക്കെ പോകുന്നുണ്ടല്ലോ. ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് വെള്ളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മുടെ വീട്ടിനകത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ, അതിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. ഇനി പ്രയാസപ്പെടുകയാണെങ്കിൽ നമുക്കിനി നഷ്ടം വന്നോട്ടെ, എന്നാലും അയച്ചു വിടുക. എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് അത് എത്തട്ടെ. നമ്മൾ കൂട്ടിനകത്തിടുമ്പോൾ ഇതിന് പോകാനും കഴിയില്ല, ചാടാനും കഴിയില്ല, ഒന്നിനും കഴിയില്ല. അങ്ങനെ ഇത് കൂട്ടിനകത്ത് കിടന്ന് പ്രയാസപ്പെടും. അങ്ങനെയാണ് എത്രയോ ജീവികളാണ്, എത്രയോ ജീവനുകളാണ് എൻ്റെ പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഇത് ആ കർഷകന് തന്നെ എത്രയോ നഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ടാകും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത്രയും ആടുകളൊക്കെ ചത്തുപോകുക എന്ന് പറയുമ്പോൾ, വെള്ളത്തിൽ അകപ്പെട്ടിട്ട് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുമ്പോൾ, ആ കർഷകൻ എത്രത്തോളം നഷ്ടം അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയേ ഉള്ളൂ. ഒരുപാട് നഷ്ടം അതിലൂടെ ആ മനുഷ്യനുണ്ടായിട്ടുണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിരുന്നാലും നമുക്കിനി ഇത് ആവർത്തിക്കരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൂമി ലോകത്ത് നടക്കുന്ന പല അത്ഭുതങ്ങളും, പല ദുരന്തങ്ങളും, പല അപകടങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പടച്ച റബ്ബ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരുപാട് ചിന്തിക്കാനുള്ളതാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. പല ആളുകളും ആ കുടുംബത്തെ വന്നിട്ട് കമൻറ്റിലൂടെ വളരെ മോശമായിട്ട്, നിങ്ങൾ ചത്തില്ലല്ലോ, അവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അങ്ങനെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ കമൻ്റ് ഇട്ടത് കണ്ടു. നമ്മൾ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. റബ്ബിൻ്റെ വിധി ഒന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ നമ്മൾ പറഞ്ഞിട്ട് കാര്യം? പക്ഷേ ഇത് വലിയൊരു സന്ദേശമായിട്ട് നമ്മൾ എടുക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഈ മഴക്കെടുതിയിൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ, നമുക്കറിയാം ഹൈവേക്ക് ഇങ്ങനെ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ചില സ്ഥലങ്ങളൊക്കെ മിനിസം വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ടയറൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം ടയറൊക്കെ തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി സ്ലിപ്പായി റോഡിൽ വീഴാനൊക്കെ സാധ്യതയുണ്ട്. കാറുകളും അതുപോലെ തന്നെ ബൈക്കുകളൊക്കെ. ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു, നല്ല ഹൈവേ റോഡുകൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന പോക്കിൽ വണ്ടി ഇങ്ങനെ തെന്നി വീഴാൻ. അതേപോലെ തന്നെ കറങ്ങിങ്ങോട്ട് വരിക അല്ലേ, കാറുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ ഇന്ന് നമ്മൾ ഈ മഴക്കെടുതിയിൽ കാണണം. അപ്പോൾ നമ്മൾ വേഗത കുറച്ചിട്ട്, അതേപോലെ തന്നെ നമ്മുടെ വണ്ടീൻ്റെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നമുക്ക് പോരായ്മകളൊക്കെ തീർക്കാനുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് പല അപകടങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ അശ്രദ്ധ കൊണ്ട്. അങ്ങനത്തെ അശ്രദ്ധ ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നാശനഷ്ടങ്ങളിൽ നിന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു കാക്കട്ടെ. ഒരു പ്രാവശ്യം നമ്മുടെ കേരളത്തേക്ക് പ്രളയം എന്ന് പറയുന്ന ആ വലിയ ഒരു ദുരന്തം നമ്മളെ പിടിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഇനി അങ്ങനത്തെ ഒരു ദുരന്തം നമ്മളെ കാണിക്കാതിരിക്കട്ടെ. ചൂരൽ മല പോലെയുള്ള പ്രദേശങ്ങളിലുള്ള പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സമാധാനം നൽകട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അള്ളാഹുവിൻ്റെ അടുത്താണല്ലോ, റബ്ബിൻ്റെ വിധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.